അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മയക്കുമരുന്നിനെതിരെ ഞാൻ ഇത്രയധികം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നത് എന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സർവശക്തനായ അള്ളാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം എനിക്ക് നേരിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ വിശദമായി തന്നെ ഈ മയക്കുമരുന്നിൻ്റെ വിപത്തിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള കാരണം. ആഫ്രിക്കയാണ് ഇന്ന് മയക്കുമരുന്നിൻ്റെ ബുദ്ധികേന്ദ്രവും ആസ്ഥാനവും. അവിടെ ഇരുന്ന് മയക്കുമരുന്നിൻ്റെ തലവൻ അല്ലെങ്കിൽ ആ ക്രിമിനൽ അല്ലെങ്കിൽ ആ കാഫിർ അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ പറ്റം ജനക്കൂട്ടം, ഇവർ ലോകം മൊത്തം എങ്ങനെയാണ് ആത്മീയതയെ നശിപ്പിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ആളുകളെ കീഴ്പ്പെടുത്തുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നാം യുദ്ധത്തിൽ മിസൈൽ വിടുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളെക്കാൾ വലിയ പ്രഹരശേഷിയിൽ അവർ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1000 ആളുകളുള്ള ഒരു പ്രദേശത്തിൽ 10 പേരെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അഥവാ മയക്കുമരുന്നിൻ്റെ വിൽപ്പനക്കാരും അതിൻ്റെ ഉപയോക്താക്കളുമായി കിട്ടിക്കഴിഞ്ഞാൽ, ആ 1000 പേരെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയും അതിനുള്ള ക്രിമിനാലിറ്റും അവർ കൈകലാക്കിയിരിക്കും. അവർ അത് പ്രചോദനമുണ്ടാക്കും. 1000 പേർ അവരുടെ കീഴിലായി ജീവിക്കപ്പെടേണ്ടി വരും. അതാണ് അവരുടെ ക്രിമിനാലിറ്റി. അവിടെ അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്യും, ആത്മീയത നഷ്ടപ്പെടുത്തും, സത്യവും നീതിയും ധർമ്മമെല്ലാം മാറി മാതാപിതാക്കളോ കുടുംബമോ സമൂഹമോ ഒന്നുമില്ലാത്ത ഒരു ക്രിമിനാലിറ്റി കൊണ്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കും. അങ്ങനെ ലോകത്തേക്ക് മൊത്തം ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ ആർക്കും പറയാനോ അല്ലെങ്കിൽ പറയപ്പെടാനുള്ള സാഹചര്യമില്ലാതെ എല്ലാ മേഖലയിലും അവരുടെ സാന്നിധ്യമുണ്ടാവും. അങ്ങനെ ലോകം മൊത്തം ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് നീങ്ങും. അതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും, എങ്ങനെയും പ്രവർത്തിക്കും. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ വ്യക്തികളെ അവർ വശീകരിക്കും. അതിലൂടെ ഈ മയക്കുമരുന്ന് അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വിപത്തിനെതിരെ ലോകം ഉണർന്നേ പറ്റൂ. നാം ഉണർന്നില്ല എങ്കിൽ ഇവർ നമ്മെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മളെ മക്കളെ നമ്മളെ പേരമക്കളെയെല്ലാം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വിപത്ത് നാം തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഓരോ മാതാപിതാക്കളിലാവാം, കുടുംബങ്ങളിലാവാം, സമൂഹത്തിലേക്കാകാം. ഇത് വലിയ വിപത്താവും. പിന്നീട് നാം പ്രതികരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല. അവർ നമ്മൾ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവർക്കെതിരെ ഒരു നിലക്കും നീങ്ങാനുള്ള ശക്തി അവർ നമുക്ക് നൽകില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണർന്ന് എല്ലാവരും പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് സർവശക്തൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.